ഹലോ ഗേസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും മറ്റൊരു ഒഴിവുള്ള ദിവസം കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഒഴിവുള്ള ദിവസം നമ്മൾ പൊതുവെ വീട്ടിലിരിക്കില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വ്ളോഗുമായിട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച്. എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം ഗേസ്. അപ്പോൾ ഗേസ് നമ്മളങ്ങനെ മുക്കം വരെ വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ മുക്കത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മുക്കം വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മുക്കത്തുള്ള മാളിൽ കയറാതെ പോകാൻ പറ്റില്ല. അപ്പൊ എന്റെ കൂടെ ഒരുത്തരും കൂടി ഉണ്ട്. ആരാ നിങ്ങൾ ഗസ് ചെയ്യുക? അപ്പൊ ഗേസ് എന്തായാലും മുക്കം വരെ വന്നല്ലേ, അപ്പം മാർക്കോ മൂവി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അതൊന്ന് പോയി കാണുന്നുണ്ട്. എന്തായാലും അതൊന്ന് കാണും. രണ്ടാളും കൂടി വരാനുണ്ട്. എൻ്റെ 2 ഫ്രണ്ട്സാണ്. അപ്പോൾ ഓരും കൂടി വന്നിട്ട് നമുക്ക് ഷോയ്ക്ക് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഇതല്ല, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറാം. പിന്നെ ഗേസ് ഈ ഗ്യാപ്പിട്ട് ഒരുപാട് വീഡിയോസ് ഗ്യാപ്പിട്ടാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, ഇന്ന് ഈ ഫോൺ എടുത്ത് കൈ പിടിച്ച് ഒരു വ്ളോഗ് ചെയ്യാൻ വിചാരിച്ചിട്ട് എന്താ പറയണ്ടെന്നോ യാതൊരുവിധ കാര്യം കിട്ടുന്നില്ല. പിന്നെ ആണെങ്കിൽ ഒരുത്തൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനാണ് ചാമ്പൽ കളിയാക്കന്നെ. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ കുറെ പേര് കളിയാക്കി പോലെ ഈ വ്ളോഗിൽ വന്നിട്ട് ഇങ്ങനെ കളിയാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓനെ ബ്ലോഗ് കാണിച്ചതുമില്ല. പിന്നെ ഓനിനി അത് കാരണം യാതൊരു ബുദ്ധിമുട്ട് വേണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഓനെന്തായാലും ഞാൻ വീട്ടിൽ കൊണ്ടാക്കി. അതിന് ശേഷം ഞാൻ എന്താ പറയാ, എനിക്കെന്തായാലും വ്ളോഗ് ചെയ്യണം. പിന്നെ ആരെന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞാൻ വ്ളോഗ് ചെയ്യും. അപ്പം ആ ഒരു ഇതിൽ ഞാൻ എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ എന്തായാലും മുക്കത്തുണ്ടല്ലോ, അപ്പോൾ ഈ മൂവിയും കൂടി കണ്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് റിവ്യൂ പറഞ്ഞ കുറച്ച് കൂടിപ്പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിപ്പോയി. ആ റിവ്യൂ ലാസ്റ്റ് പറയുന്നതുകൊണ്ട് തന്നെയാണ് അത് കൂടിപ്പോയത്. അപ്പൊ എന്തായാലും ഒത്തിരി നോർമൽ രീതി പറയണമെന്നുണ്ട്. എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ പോലെ. എന്തായാലും കേസ് ഇനി ബാക്കി അവന്മാരും കൂടി വന്നിട്ട് നമുക്ക് മൂവി കണ്ടിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ അവന്മാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എന്തായാലും അതിന് അവന്മാർ വന്നിട്ട് കാണാം കേസ്. ബൈ. അപ്പൊ കേസ് ഞാനിങ്ങനെ പോസ്റ്റായി നിൽക്കുമ്പോഴാണ് നമ്മളെ ആൽബിൻ ഇങ്ങോട്ട് വന്നത്. ആൽബിനെ, കഴിഞ്ഞ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെയായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. നല്ല അഭിപ്രായമായിരുന്നു. എന്റെ ഭാഗം അടിപൊളിയാ. അതെ അതെ, എന്റെ ഭാഗം മാത്രം അടിപൊളിയായിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം പോരായിരുന്നു എന്നാണ് എല്ലാരും പറഞ്ഞത്. അതെ അതെ, ആ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ്? അപ്പൊ എന്തായാലും ആൽബി ഇവിടെ പള്ളിയിൽ പോകാൻ വേണ്ടി വന്നാട്ടോ. ഓന് നോൽമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെ, ഭക്തി കുറച്ച് കൂടി പോയി. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം ഗൈസ്. അപ്പൊ ഗൈസ് ആൽബി പോവാണ്. എന്തായാലും ആൽബിന് അടുത്ത വീഡിയോ കാണാത്തോ. അപ്പൊ ഗൈസ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 2 ആൾ വരാനുണ്ട്. ഒരു തവണ എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ വേറെ പേര് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്താം. എന്റെ പേര് ആദ്യം പറഞ്ഞോ? എന്റെ പേര് പറയും സുദർശൻ. അപ്പൊ ഇവർ 2 ആളും അതായത് എന്റെ നാട്ടിലുള്ളതാണ്. എന്റെ നാട് വെച്ചാൽ ഞാൻ എപ്പോഴും തിരുവമ്പാടിയാണെങ്കിലും കൊടുവള്ളിയാണ് ഞാൻ താമസിക്കുന്നത്. അതായത് കോഴിക്കോട് കൊടുവള്ളി. അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി കാണാം കേസ്. ഓക്കെ കേസ്. അപ്പോൾ നമ്മൾ മുക്കത്ത് നിന്ന് നേരെ കുന്നമംഗലത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് മൂവിക്ക് ടിക്കറ്റ് കിട്ടിയില്ല കേസ്. അപ്പൊ എന്തായാലും നമ്മള് കോഴിക്കോടേക്ക് പോവാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തിരി കാണാം കേസ്. കേസ് നമ്മളിങ്ങനെ ഗോകുലമാളിലെത്തിയിരിക്കുകയാണ്. അപ്പോ അടിപൊളി സാധനമാണ്. നമ്മൾ ആൺകുട്ടിക്ക് വെച്ച കാറല്ലേ ബിസിനസ്. ഏതാ വിജയേ, ഇറ്റൊന്ന് വാങ്ങിക്കൊടുക്കണ്ടേ എന്റെ ഒക്കെ? എന്റെ കുട്ടിക്ക് വില നോക്കിയാൽ ഞെട്ടും. കട വെച്ചാണ് സുദർശ മാളിനെ പറ്റി 2 വാക്ക്. 2 വാക്ക് പറയടാ. അപ്പൊ ഗെയ്സ് നമ്മള് മൂവി കാണാൻ പോയി, പക്ഷെ നടന്നില്ല. എന്തായാലും അല്ലെനിക്കറിയാം ഇവന്മാര് ഇന്നെ കൂട്ടാണ്ട് പോയ എങ്ങനെയൊക്കെ അർത്ഥം. ഓനെ കൂട്ടാണ്ട് പോയതല്ല ഗെയ്സ്, ഓന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. പറ്റിയ പാട്ടാണ് ഗെയ്സ്. ബുക്ക് ചെയ്യാതെ പോയോണ്ടാണ് മെയിനായിട്ട് ഈ പ്രശ്നം വന്നത്. അപ്പോ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് വേണം. പിന്നെ ഞങ്ങള് ടൗണിലൊക്കെ പോയി. പിന്നെ അവിടെ ഏതെങ്കിലും തിയേറ്റർ ഉണ്ടോ നോക്കി, ഏതെങ്കിലും ഒഴിവുണ്ടോ. എല്ലാം ഹൗസ്ഫുള്ളാണ്. പിന്നെ ഒന്നും കിട്ടിയില്ല. ലാസ്റ്റ് ഞങ്ങള് ബസ് കയറി ഇങ്ങോട്ട് പോന്ന്. ബസ് കയറിയിട്ടേ പോകാൻ പറ്റുള്ളൂ ഗേസ്. നമ്മൾക്ക് എന്താ പറയാ, ബസ്സായിരുന്നു, നല്ല ട്രിപ്പായിരുന്നു. നമ്മള്
ചാവാണ്ടാണ്. അതെ അതെ അതെ, 3 പേരും അമ്മാതിരി ആൾക്കാരായി ആ ബസ്സിലെത്തി. എന്തായാലും കേസ് നമുക്ക് ഇപ്രാവശ്യം കാണാൻ പറ്റില്ല, നമ്മളെന്തായാലും അടുത്ത ദിവസം തന്നെ പോയി കാണും. പിന്നെ എല്ലാ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴും ഇവൻ എവിടുന്നാ വരുന്നത് നിങ്ങൾ ആലോചിക്കുണ്ടാവും, എവിടെന്നെങ്കിലും വരും കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞില്ല, എന്തായാലും നമ്മൾ അടുത്ത ദിവസം തന്നെ കാണില്ലേ. തന്നെ പോകും. അമ്മമാരൊക്കെ ഒഴിവാക്കി ഞാൻ പോണ്ട് ചെക്കന്മാരും. അന്ന് വരെ പഞ്ഞിക്കിടും. അപ്പൊ കേസ് ഫൈനലി നമ്മള് മാർക്കോ കണ്ടിട്ടോ. നമ്മള് കുറെ വ്ളോഗ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നായിരുന്നു. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മള് മാർക്കോ കണ്ട് അടിപൊളി ഫിലിം കേട്ടോ. എന്താ പറയാ, ഒറ്റയ്ക്കൊന്നും പോയി കാണരുത് കേട്ടോ, പ്രത്യേകമായിട്ട് പറയാനുള്ളത് കറക്റ്റ് പറയാനുള്ള. പിന്നെ കുട്ടികൾ തീരെ പോയി കാണരുത്. എന്റെ പൊന്നേ, തീരെ പോയി കാണരുത്. 18 വയസ്സിന് മുകളിലില്ലാത്തവർ പോയി കാണുകയും ചെയ്യും. ഇവൻ വരെ പേടിച്ചു പോയി. കാര്യം പറയുന്നത് ഞാനവിടെ കണ്ടെത്തി പോയി അച്ചാതി. എന്റെ ഇവനവിടുന്ന് ഇവനൊരു സൈക്കോ മൈൻഡ് ആയിട്ട് കണ്ടിങ്ങനെ കുത്തിരിഞ്ഞു. ഒരുവിധം എന്താ പറയാ ഇമോഷൻസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ലാസ്റ്റ് ഫിലിം കാണാൻ കുറച്ച് സൈക്കോ ആയിരുന്നു. അതെ. കാണാൻ പറ്റും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് കൊറേ കഴിഞ്ഞപ്പോ ഇവന് ഇമോഷൻസ് ഒക്കെ കട്ടായി പോയി, എന്നിട്ട് ലാസ്റ്റ് ചിരി മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നെ, ഇത് ഒരു മാരക സിനിമ തന്നെ. ഇതിനൊരു സെക്കൻഡ് പാർട്ട് വരികയാണ്, എന്തായാലും മസ്റ്റായിട്ട് പോയി കാണാൻ പറ്റിയ സിനിമയാണ്. എന്തായാലും ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയില്ല, അത് ഭയങ്കര ഒരു നഷ്ടമായി പോയി. എന്തായാലും നമ്മൾ ഇന്ന് തന്നെ കണ്ട്, പിറ്റേ ദിവസം തന്നെ വന്ന് കണ്ട് നമ്മൾ. അപ്പൊ എന്തായാലും അടിപൊളി ഫിലിമാണ്. വയലൻസ് ഇഷ്ടമില്ലാതെ തീരെ പോയി കാണുന്നത്. അതെ അതെ, അതായത് ഇവന് വയലൻസ് പേടിയുണ്ടെന്നല്ല, പക്ഷെ ഞങ്ങൾക്ക് പോലും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇവനൊക്കെ കണ്ട് കാണണം. നിങ്ങള് ഇങ്ങനെ കുത്തിരുന്നിട്ട് പറഞ്ഞ് നോക്കി നിക്കുന്ന പിന്നെ ഒരു ആറ്റിറ്റ്യൂഡും സീനായിരുന്നു. ഞാനൊക്കെ ഇങ്ങനെ നിക്കുക. അതൊരാണെങ്കിൽ വന്നപ്പോ ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും കാണാൻ വേണ്ട. എനിക്ക് കൊറേ ഒക്കെ കാണാൻ പറ്റുന്നില്ല, അത്രക്ക് എന്തൊക്കെയാണ് അതിൽ ചെയ്ത് വെച്ചിക്കണ്. അതെ അതെ, അതാണ് ഈ മൂവി. കാര്യം പറയുന്നുണ്ട്, അതിന്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ തന്നെ വയലൻസിന് പീക്കാണ് ഈ സാധനം. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ചിട്ട് വയലൻസ് പീക്ക് സാധനം. എനിക്കും അതൊക്കെ തന്നെ കേസ് പറയാനുള്ളത്. എന്തായാലും അതെ, എന്തായാലും അടിപൊളി ഫിലിമാണ്. അപ്പോൾ എല്ലാവരും പോയി കാണുക. അപ്പോൾ ഇത്രയൊക്കെ കേസ് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. ബൈ ഗൈസ്.